സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മഹാഭാരതയ്ക്ക് മുമ്പ് തിരക്കിട്ട് വേഗത്തിൽ പരമാവധി ചിത്രങ്ങൾ തീർക്കുന്ന തിരക്കിലാണ് മോഹൻലാൽ. വില്ലൻ അവസാന ഷെഡ്യൂളിലേക്ക് കടക്കുന്നു. മഹാഭാരതയ്ക്ക് മുമ്പേ വെളിപാടിൻ്റെ പുസ്തകം, ഒടിയൻ, ലൂസിഫർ, ജോഷി ടോമിച്ചൻ മുളകുപാടം ചിത്രം, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ചിത്രം തുടങ്ങിയ പ്രോജക്റ്റുകൾ ലാലിന് തീർക്കേണ്ടതുണ്ട്. തുടർന്ന് ആയോധനകലകൾ അഭ്യസിക്കാൻ ഉൾപ്പെടെ മഹാഭാരതയ്ക്കായി 1.5 മുതൽ 2 വർഷങ്ങൾ വരെ മോഹൻലാൽ മാറ്റിവെക്കും. അതായത് ലാലിൻ്റെ കരിയറിൽ വീണ്ടും വലിയൊരു ഇടവേള വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ മോഹൻലാൽ ചിത്രങ്ങൾ ഇല്ലാതെ നമ്മളുടെ തിയേറ്ററുകൾ 2 വർഷത്തോളം പിന്നിടും. നിലവിൽ മഹാഭാരതയെ നേരിടാൻ മമ്മൂട്ടിക്ക് വമ്പൻ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. കർണനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് ഇനിയും കാത്തിരിക്കണം. കുഞ്ഞാലിമരയ്ക്കാറും പയ്യമ്പള്ളി ചന്തുവും ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഹാഭാരതയ്ക്കായി മോഹൻലാൽ 2 വർഷത്തോളം മാറ്റിവെക്കുമ്പോൾ ചെറിയ ചിത്രങ്ങളുമായി കളം നിറയാൻ തന്നെയാണ് മമ്മൂട്ടിയുടെ തീരുമാനം. മമ്മൂട്ടിയുടെ പ്രോജക്റ്റുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീളും. ശാന്തത് സംവിധാനം ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ്, അജയ് വാസ്തവ ചിത്രം മാസ്റ്റർ പീസ്, സെവൻത് ലൈഫ് സംവിധായകൻ ശാന്തത് ചിത്രം തുടങ്ങിയ സിനിമകളുടെ ചിത്രീകരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തുടർന്ന് സേതു സംവിധാനം ചെയ്യുന്ന കോഴിത്തങ്കച്ചൻ, വൈശാഖ് ചിത്രം രാജ 2 എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യും. ശേഷം നിരവധി സംവിധായകർക്കാണ് മമ്മൂട്ടി ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഹാപ്പി വെഡ്ഡിംഗ് സംവിധായകൻ ഒമർ ലുലു മുതൽ സിദ്ദിഖ്, ലാൽ ജോസ്, ഷാജി കൈലാസ് തുടങ്ങിയ വമ്പന്മാർക്കും മമ്മൂട്ടി ഡേറ്റ് നൽകിയിരിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ 400ാമത്തെ ചിത്രത്തിനായി മമ്മൂട്ടി അൻവർ റഷീദ്, അമൽ നീരദ് ടീമുമായി കൈകോർക്കുമെന്നും വാർത്തകളുണ്ട്. അതായത് മഹാഭാരതയ്ക്കായി മോഹൻലാൽ 2 വർഷത്തോളം മാറ്റിവെക്കുമ്പോൾ വരുന്ന 3 വർഷത്തിനുള്ളിൽ 10ഓളം ചിത്രങ്ങളുമായി കളം നിറയുകയാണ് മമ്മൂട്ടി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.